ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ജ്യൂസുകളൊക്കെ കുറച്ച് വെറൈറ്റിയൊക്കെ ആയിട്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ചേമ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചേമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ചേമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു 4-5 പേർക്കുള്ള ജ്യൂസൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ചേമ്പാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതുപോലെ മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3 വിസിൽ കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇതുപോലൊരു 1-2 പീസ് മതി നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസിലേക്കൊക്കെ. കൂടുതൽ കട്ടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ കട്ടിയില്ലാതെ കുടിക്കാൻ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചേമ്പ് വെന്ത് കഴിഞ്ഞാൽ കൊഴുപ്പുള്ള സാധനം ആയതുകൊണ്ട് കുറച്ചെടുത്താൽ തന്നെ ജ്യൂസിന് നല്ല കട്ടി ഉണ്ടാവും. ഇനി നമുക്കിത് ജ്യൂസിൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ജ്യൂസിൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് ഞാനിവിടെ ഒന്ന് ഐസാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര കട്ടി വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഇത് ലൂസായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കട്ടിയിൽ കുടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം ഇതുപോലെ ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മുന്നേ ചക്കക്കുരു ജ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ ചേമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കായൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ചേമ്പൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.